അധ്യായമായി. ശരി, ശ്രീ സി ബി സത്യൻ, താങ്കൾ ഇതിനോട് യോജിക്കുകയാണല്ലോ അല്ലേ? കാരണം മറ്റൊരു പേര് സജസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഈ 75 വയസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമേ വരുന്നില്ലല്ലോ. മഞ്ജുഷ്, ഇതിനെ രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നെന്ന് പറയുന്നത്, ഒരു രണ്ടാം നിരയിൽ നിന്ന് ഒരാളുടെ പേര് ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയമാണ് ആദ്യത്തെ തവണയായിട്ട്. കാരണം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന അവസ്ഥയാണ് അതുണ്ടാക്കുന്നത്. BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ ടൈമിലേക്ക് കടക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരാൾക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്ന ആ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പറഞ്ഞ പാർട്ടിയിൽ അടുത്ത തലമുറയിൽ നിന്ന് ആരാണ് നയിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരിക? അപ്പൊ അങ്ങനെ അടുത്തൊരു കൃത്യമായ സക്സഷൻ പ്ലാൻ ഇല്ലാതെ, രണ്ടാം നിര ഇല്ലാത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ പരാജയം തന്നെയാണല്ലോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിയമങ്ങൾ തനിക്കുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന വേറൊരു വിഷയം. നേരത്തെ പറഞ്ഞ, എനിക്ക് മോഹൻ വർഗീസ് സാറ് പറഞ്ഞ 1-2 കാര്യങ്ങളോടുള്ള ഒരു ചെറിയ വിയോജിപ്പ് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാം. അതായത്, നമ്മളുടെ ഈ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഒരു വലിയ വിശ്വപ്രഭാവനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ എന്താ പറയുക, വിദേശ നയത്തിലും വിദേശകാര്യത്തിലും ഒക്കെ ഉള്ള ഒരു വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെ ഇപ്പം ഈ പറഞ്ഞ മാധ്യമങ്ങളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും IT സെല്ലുകളും ഒക്കെ വളരെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാഴ്ത്തിപ്പാടുന്ന ഈ മുഴുവൻ സംഗതിയും പുള്ളി തന്നെ ചെയ്ത ബ്ലണ്ടറിന്റെ ഒരു തിരുത്തൽ മാത്രമല്ലേ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതല്ലേ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകം 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. അതായത് ശീതയുദ്ധത്തിന്, 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ശീതയുദ്ധം ആരംഭിക്കുകയും സോവിയറ്റ് യൂണിയനും റഷ്യയും 2 സൈഡിലാക്കി നിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തില് ഇന്ത്യ ആരുടെ കൂടെയാണ്? ഇന്ത്യ എന്നൊരു വളരെ ദരിദ്രമായ രാഷ്ട്രമാണ്, വളരെ ചെറിയ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഈ പറഞ്ഞ റഷ്യയോടും ഈ പറഞ്ഞ അമേരിക്കയോടും കൂട്ടുചേരാതെ യുഗോസ്ലാവിയയിലെ ടിറ്റോയോടും ഈജിപ്തിലെ നാസറിനോടും ഒക്കെ ചേർന്നിട്ട് ഒരു ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മൂന്നാമതൊരു ചേരി ഉണ്ടാക്കി. ഈ ലോകത്തിലെ 29ഓളം രാജ്യങ്ങളെ അതിനകത്ത് അണിനിരത്തി ഒപ്പം നിർത്താൻ സാധിച്ച ഒരു വലിയ ഭരണാധികാരിയായിരുന്നു നെഹ്റു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്നത്, ഇന്ന് നമ്മൾ നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ, ഇന്ന് ഈ നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ അതിശക്തമായ, വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ്. കഴിഞ്ഞ ഒരു 80 വർഷത്തെ ജേർണിയുടെ ഭാഗമായിട്ട് അത് വളരെ ശക്തമായ ഒരു നിലയിലെത്തി നിൽക്കുന്നു. അപ്പൊ ആ നിലയിലെത്തി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ആര് വന്നാലും, അത് നാളെ അമിത്ഷാ വന്നാലും, നാളെ യോഗി വന്നാലും, നാളെ രാഹുൽ ഗാന്ധി വന്നാലും, ആര് വന്നാലും ഇതേ സ്റ്റേച്ചർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്റ്റേച്ചറിൽ ഒരാൾ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, പണ്ട് ഒന്നുമില്ലാതിരുന്ന ദരിദ്രമായ ഒരു ഇന്ത്യയുടെ ഭരണാധികാരി ലോകത്തിലെ രാജ്യങ്ങളെ സംഘടിപ്പിച്ച് ഒരു വലിയ ശീതയുദ്ധ കാലത്ത് ഒരു 3ാം കക്ഷി, 3ാം പക്ഷം ഉണ്ടാക്കുകയും ചെയ്തതൊക്കെ എന്ന് പറയുന്നത് വളരെ സാഹസികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ചരിത്രപരമായിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ നോക്കാനെന്നാണ് എൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തെ കേസിൽ ഞാൻ പറയുന്നത്, ഈവൻ ഇന്ദിരാഗാന്ധിയുടെ കാലം എടുക്കുക. അന്ന് അമേരിക്കയുടെ വെല്ലുവിളികൾ മറികടന്നിട്ട് പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പാകിസ്ഥാനെ 2ആയിട്ട് വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കി അതിശക്തമായ ഒരു നീക്കം നടത്തി റഷ്യയുടെ സഹായം ഉറപ്പിച്ചുകൊണ്ട്, ശീതയുദ്ധകാലത്ത് റഷ്യയുടെ സഹായം ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്ത ഒരാളാണ് ഇന്ദിരാഗാന്ധി. ഈവൻ അതിനുശേഷം വന്ന നരസിംഹറാവു ആയാലും വാജ്പേയി ആയാലും അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ആയാലും എല്ലാവരും പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്കോളർമാരായിട്ടും അല്ലാതെയും ഒക്കെ ഈ ലോക എന്താ പറയുന്നത് ഭൂപടത്തിൽ അവരുടേതായ സ്ഥാനം ഉറപ്പിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെക്കാൾ എല്ലാം വളരെ ഉയർന്നു നിൽക്കുന്ന മോദി എന്ന് പറയുന്ന ഒരു പ്രസ്താവനയോട് എനിക്ക് 100% യോജിക്കാൻ പറ്റാത്തതിന്റെ മറ്റൊരു കാരണം കൂടി, അതായത് അദ്ദേഹം ലോകത്തിലെ എല്ലാ ലോക നേതാക്കന്മാരെയും കണ്ട് വളരെ പേഴ്സണൽ സൗഹൃദമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പുണരുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഹഗ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അതിനകത്ത് ഉണ്ടാക്കി. അതായത് ഡിപ്ലോമസിയും ഹഗ്ഗും കൂടെ ചേർത്തുകൊണ്ട് ഹഗ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹഗ്ലോമസിയിലൂടെ ഈവൻ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സുഹൃത്ത്, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന്റെ തലവനും മറ്റു രാജ്യത്തിന്റെ തലവനും തമ്മിലുള്ള ബന്ധം വളരെ പേഴ്സണലായ ഒരു സംഭവമാക്കി ചുരുക്കിക്കൊണ്ട്, രാജ്യങ്ങളല്ല വ്യക്തികളാണ് പ്രധാനം, വിദേശ നയങ്ങൾ വ്യക്തികളുടെ ബന്ധത്തിന്റെ പേരിൽ തീരുമാനിക്കാൻ തുടങ്ങിയ വലിയ മണ്ടത്തരങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സൗഹൃദത്തിന്റെ, ഒരു വ്യക്തിപരമായ സൗഹൃദത്തിന് വഴങ്ങിക്കൊണ്ട് നിൽക്കുവാൻ തയ്യാറായതുമില്ല. ശ്രീ മോഹൻ വർഗീസ്, രാജ്യ താല്പര്യം